Opening hours with MyFin. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്, ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. ഇന്നലത്തെ ഒരു വിപണിയെ സംബന്ധിച്ച് ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് ഒരു സെൽ ഓഫ് ആയിരുന്നു മാർക്കറ്റ് കണ്ടത്. ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്ലോസിംഗ് ആയിരുന്നു എടുത്തത്. 26,000 എന്നൊരു നില കൈവിട്ടതായിട്ടാണ് ഇന്നലെ കാണാൻ സാധിച്ചത്. ഇന്നലത്തെ ഒരു FIDI സെല്ലിംഗ് നോക്കുമ്പോൾ 4,171 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് FI നടത്തിയത്. DIകൾ നോക്കുമ്പോൾ 4,512 കോടിയുടെ നെറ്റ് ബൈങ് നടത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ഒരു വിപണിയെ നമുക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്ന ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 25,957 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഫ്ലാറ്റ് പോസിറ്റീവ് നേട്ടം തന്നെയാണ് കാണുന്നത്. 58,841 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്നലെ US മാർക്കറ്റിൽ മികച്ചൊരു മുന്നേറ്റം നമ്മൾ കണ്ടിരുന്നു. നേട്ടം രേഖപ്പെടുത്തിയാണ് പ്രധാനപ്പെട്ട സൂചികയിലൊക്കെ ക്ലോസിംഗ് ഉണ്ടായത്. ഡൗ ജോൺസ് 0.44% നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ S&P 500 1.5% ഒരു നേട്ടം രേഖപ്പെടുത്തി. നാസ്ഡാക്കിൽ 2% മുകളിലേക്കുള്ള ഒരു മുന്നേറ്റമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും ടെക്നോളജി ഓഹരികളിലൊക്കെയാണ് ഇന്നലെ വലിയ രീതിയിലൊരു കുതിപ്പ് നമുക്ക് കണ്ടതായിട്ട് കാണാൻ സാധിക്കുന്നത്. മറ്റ് US മാർക്കറ്റിലെ ന്യൂസുകളിലോട്ടൊക്കെ വരുമ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഫോണിൽ സംസാരിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളുണ്ട്. ഏതായാലും ട്രംപ് ചൈനയിൽ ഏപ്രിൽ സന്ദർശിക്കുമെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രഖ്യാപനം വന്നതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല യുക്രൈൻ റഷ്യൻ ആക്രമണം അവസാനിപ്പിക്കുക എന്നുള്ള ചർച്ചകളൊക്കെ തന്നെ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ജനീവയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ചർച്ചയിലൊരു തീരുമാനമായാൽ നമുക്കറിയാൻ സാധിക്കുന്ന പ്രകാരം ക്രൂഡ് ഓയിൽ മാത്രമല്ല താരിഫ് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ഇമ്പാക്റ്റ് ഈ ഒരു കാര്യത്തിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. AI മേഖലയിൽ ഇപ്പോൾ വലിയൊരു ആവേശം തിരിച്ചു കൊണ്ടുവരാൻ ഗൂഗിളിൻ്റെ ജെമിനി 3 പതിപ്പിനെ സാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേ തുടർന്നൊക്കെ തന്നെ ഇന്നലെ വലിയ രീതിയിലൊരു മുന്നേറ്റം ആൽഫബറ്റിൻ്റെ ഓഹരിയിലൊക്കെ നമ്മൾ കണ്ടു. 6% മുകളിലേക്കൊരു നേട്ടമാണ് ആൽഫബറ്റിൻ്റെ ഓഹരികളിലുണ്ടായത്. മാത്രമല്ല ബ്രോഡ്കോം, മൈക്രോൺ, പലാൻഡിർ, AMD, ആമസോൺ, മെറ്റ, എൻവിഡിയ തുടങ്ങിയ ഓഹരികൾക്കൊക്കെ ഇന്നലെ US മാർക്കറ്റിൽ മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നലെ ഏഷ്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോഴും നമുക്ക് കാണുന്നത് ഇന്നത്തെ ഒരു ട്രേഡിങ്ങിലും കാണുന്നത് ഇപ്പോൾ ഒരു നേട്ടം നമുക്ക് ഏഷ്യൻ മാർക്കറ്റിൽ നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് സൂരജ് സാറിലോട്ട് പോകാം. സാർ, നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഇന്നലെ US മാർക്കറ്റിൽ വലിയൊരു മുന്നേറ്റമൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ട്രേഡിംഗ് നടത്താൻ സാധിച്ചു. മാത്രമല്ല ഇപ്പോൾ ഫെഡ് റേറ്റ് കുറയ്ക്കും എന്നുള്ള രീതിയിലുള്ളൊരു ഒരു പ്രത്യാശയൊക്കെ ഉണ്ട് മാർക്കറ്റിനെ സംബന്ധിച്ച്. മാത്രമല്ല താരിഫിൻ്റെ ഒരു തീരുമാനങ്ങൾ ഉടനടി ഇന്ത്യ അമേരിക്ക താരിഫ് ഇഷ്യൂസിനൊക്കെ ഒരു സോൾവ് ഉണ്ടാകുമെന്ന രീതിയിലുള്ളൊരു പ്രത്യാശയൊക്കെ നിലനിൽക്കുന്നൊരു സമയം കൂടിയാണ്. എന്തൊക്കെ വാർത്തകളാണ് നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാനുള്ളത്? വിഷ്ണു, ആദ്യം തന്നെ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം, അതായത് ഒരു കണ്ടോളൻസസ്, റെസ്റ്റ് ഇൻ പീസ് ധർമ്മേന്ദ്ര. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ഫേവറേറ്റ് ആക്ടറായിരുന്നു ധർമ്മേന്ദ്ര എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോങ്, ഒരു പാട്ട് എന്ന് പറയുന്നത് ധർമ്മേന്ദ്രജിയുടെ ബ്ലാക്ക് മെയിൽ എന്ന് പറയുന്ന സിനിമയിൽ പൽ പൽ ദിൽ കെ പാസ് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ എനിക്കൊരു ചെറിയൊരു വിഷമകരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. കാര്യം എൻഡ് ഓഫ് ആൻ ഇറ. എന്നെയൊക്കെ സംബന്ധിച്ച് ഞാനൊക്കെ ഇപ്പോൾ ഒരു 52 വയസ്സായി. ഞാനൊക്കെ ചെറുപ്പത്തിൽ വരുമ്പോൾ ധർമ്മേന്ദ്രയും അമിതാഭ് ബച്ചനും ഒക്കെ സ്ക്രീനിൽ നല്ല രീതിയിൽ വാണിരുന്നൊരു കാലം. ഷോലെ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുമൊക്കെ നമുക്ക് അറിയാമെന്നുള്ള. ഇപ്പോൾ അത് ആ മഹാനായ വ്യക്തി നമ്മളെ വേർപെട്ട് പോയിരിക്കുന്നു എന്നുള്ളൊരു സങ്കടകരമായിട്ടുള്ള കാര്യം. റെസ്റ്റ് ഇൻ പീസ് ധർമ്മേന്ദ്രജി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ഷോ ധർമ്മേന്ദ്രജിക്കും അവരുടെ ഫാമിലിക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നമുക്ക് തുടങ്ങാം. വിഷ്ണു, ഞാനിത് ആക്ച്വലി ഇന്ന് ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് പറയുന്നതിനെക്കാട്ടിലും നമ്മുടെ പ്രേക്ഷകരാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു സാധാരണ പ്രേക്ഷകരാണെങ്കിലും ശരി, എൻ്റെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് പലരും വളരെ രീതിയിലുള്ള മനോവിഷമത്തിൽ തന്നെയാണ്. കാരണം എന്നറിയോ, ഇപ്പോൾ എല്ലാവരുടെയും ചിന്ത എന്തായിരിക്കും എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് മാത്രം ഇങ്ങനെ? അമേരിക്കൻ മാർക്കറ്റ് കയറുന്ന ന്യൂസ് നമ്മൾ കേൾക്കുന്നു, ചൈനീസ് മാർക്കറ്റ് കയറുന്ന ന്യൂസ് കേൾക്കുന്നു, ജാപ്പനീസ് മാർക്കറ്റ് കയറുന്നു, സൗത്ത് കൊറിയൻ മാർക്കറ്റ് കയറുന്നു, തായ്വാനീസ് മാർക്കറ്റ് കയറുന്നു, ഇന്ത്യൻ മാർക്കറ്റ് മാത്രം താഴേക്ക് പോകുന്നു. ഒരു നല്ല ന്യൂസും, അതായത് ഇൻകം ടാക്സിൻ്റെ റേറ്റ് കട്ടാവട്ടെ, GST കട്ടാവട്ടെ, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പോലും, നല്ല നല്ല പോസിറ്റീവ് വൈബ്സ് പോലും മാർക്കറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സാധാരണ ഒരു ആവറേജ് ഇൻവെസ്റ്റർ അവരുടെ ഒരു ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് ഇങ്ങനെ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഒരു സാധാരണ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് മനസ്സിൽ തോന്നുന്നതെന്ന് വെച്ചാൽ, വേറെ എന്തൊക്കെയോ കയറുന്നുണ്ട്, എൻ്റെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് മാത്രം കയറുന്നില്ല. ഈ രണ്ട് കാര്യങ്ങളും ആൾക്കാരെ സംബന്ധിച്ച് വളരെ വിഷമകരമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നുള്ള. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ആരുടെയും വ്യക്തിപരമായിട്ടുള്ള കുറ്റമല്ല. ചിലപ്പോൾ നമ്മുടെ ചില സ്ട്രാറ്റജിക്ക് ചില സമയത്ത് വേണ്ട രീതിയിൽ നമുക്ക് ഗുണം കിട്ടില്ല എന്നുള്ള കാര്യം ശരി തന്നെയാണ്. പക്ഷേ പൊതുവേ ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കൂടെ, ഒരു സൈക്കിളിൽ കൂടെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള.
നമുക്ക് ഈ സൈക്കിൾ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ചോദ്യമുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ 2-3 കാര്യങ്ങൾ ഞാനൊരു പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി വരിക. അതായത് ഈ സമയത്തൊക്കെ നമ്മുടെ പ്രേക്ഷകരുടെ കൂടെ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് ഞാൻ ഏതാണ്ട് 25-30 കൊല്ലമായി സ്റ്റോക്ക് മാർക്കറ്റിൽ. ഞാൻ ഇതേപോലത്തെ പല സന്ദർഭങ്ങളും പല കാലഘട്ടത്തിലും ഞാൻ കണ്ടിട്ടുണ്ട്, പല വിഷമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതിനേക്കാട്ടിലും വലിയൊരു വിഷമം ഞാൻ പറയാം. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് കയറുന്നു, കുറേ സ്റ്റോക്കുകൾ കയറുന്നു, എന്നാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് കയറുന്നില്ല. ഇങ്ങനെ പല സിറ്റുവേഷനിൽ കൂടിയും ഒരു ഇൻവെസ്റ്റർ അവരുടെ കാലഘട്ടത്തിൽ പാസ് ഓൺ ചെയ്ത് പോകുന്ന ഭയങ്കരമായിട്ടുള്ളൊരു വിഷമകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ടു മേക്ക് മണി ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്സ് 95% ഈസ് ക്യാരക്ടർ. നമ്മുടെ ക്യാരക്ടർ, നമ്മൾ എങ്ങനെയാണ് നമ്മളെ പൊസിഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സ്റ്റോക്ക് പിക്കിങ്ങിന് വെറും 5% റെലവൻസ് ഉള്ളൂ, ഇമ്പോർട്ടൻസ് ഉള്ളൂ എന്നല്ല. സാധാരണ നമ്മൾ പറയില്ലേ, അതായത് ഹൗ യു ആർ, നിങ്ങൾ ഒരു എക്സെൻട്രിക് പേഴ്സൺ ആയിട്ടുള്ള മാർക്കറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങളെ പൊസിഷൻ ചെയ്യുന്നു. അതായത് നമ്മളും മാർക്കറ്റും തമ്മിലുള്ള മൽപ്പിടുത്തമാണ് ഈ നടക്കുന്നത്. മാർക്കറ്റ് നമ്മളെ വളരെ വലിയ രീതിയിൽ കൺഫ്യൂസ് ചെയ്യും. കാര്യം എന്താ, മാർക്കറ്റ് എന്ന് പറയുന്നത് എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം 9 മണിക്ക് ഇങ്ങനെ, 9:30 ഇങ്ങനെ, 10 മണിക്ക് ഇങ്ങനെ, ഓരോ ദിവസത്തിലും ഓരോ രീതിയിലാണ് പെരുമാറുന്നത്. അദ്ദേഹം പെരുമാറുന്നതിനനുസരിച്ച് വളരെ പക്വതയോടെ മെച്യൂറോടുകൂടി നമ്മൾ നമ്മുടെ തന്നെ ഇപ്പുറത്തെ വശത്ത് പൊസിഷൻ ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ നിങ്ങൾ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ മാത്രമല്ല, ഞാനും ഈ മാർക്കറ്റിൽ അനുഭവിക്കുന്നവരെ. ഞാനിപ്പോൾ ഒരു ഡേറ്റ ഞാൻ ആക്ച്വലി പ്രേക്ഷകരുടെ അറിവിന് വേണ്ടിയിട്ട് വരാം. ഇപ്പം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ അടുത്ത കാലത്ത് നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഈ FIIs മ്യൂച്വൽ ഫണ്ടും മാത്രമല്ലല്ലോ ഇന്ത്യൻ മാർക്കറ്റിലുള്ള, ഒരുപാട് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. 50,000 കോടി വരെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളവരുണ്ട്, 10,000 കോടി ഉള്ളവരുണ്ട്, 15,000 കോടിയുണ്ട്. ഞാൻ പറയുന്നത് അൾട്രാ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്, ബോംബെയിലും ഡൽഹിയിലും ഗുജറാത്തിലും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള, ഇന്ത്യ ഒട്ടുക്കെ ബേസ് ചെയ്തിട്ടുള്ള വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നതെന്നുള്ള. ചിലപ്പോൾ നമുക്ക് സാധാരണ പ്രേക്ഷകന് ഇവരുടെ പേരുകൾ വളരെ പോപ്പുലർ ആയിരിക്കില്ല, എങ്കിലും എനിക്ക് മാർക്കറ്റിൽ ഇരിക്കുന്നതുകൊണ്ടും മാർക്കറ്റിൽ കിടക്കുന്നതുകൊണ്ടും എനിക്ക് ബോംബെയിൽ എനിക്ക് ആവശ്യത്തിനനുസരിച്ച് പരിചയക്കാരുള്ളതുകൊണ്ടും ഈ പേരുകളൊക്കെ ബോംബെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ ഫേമസ് ആണ്. ഒരു പറ്റം ആൾക്കാർ തന്നെ ഇവർ മേടിക്കുന്ന സ്റ്റോക്സിൻ്റെ പുറകെ പോയി കോട്ട് ടെയിലിംഗ് എന്നാണ് പറയുന്നത്. കോട്ട് ടെയിലിംഗ് എന്ന് പറഞ്ഞാൽ അവർ മേടിക്കുന്നതിൻ്റെ പുറകെ പോയി മേടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ അവരുടെ ആശിഷ് ധവാന്റെ പോർട്ട്ഫോളിയോ ഈ കൊല്ലം -29% ആണ്. മുകുൽ അഗർവാൾ, അനദർ ഫേമസ് പേഴ്സൺ, പോർട്ട്ഫോളിയോ ഈസ് ഡൗൺ ബൈ -14.5%. ആശിഷ് കച്ചോളിയ -10.3%. അനിൽ ഗോയൽ 11.3%. എന്തിന്? എത്രയോ കൊല്ലമായിട്ട് പോർട്ട്ഫോളിയോ ഹോൾഡിംഗ് ഉള്ള നമ്മുടെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ലേറ്റ് രാകേഷ് ജുൻജുൻവാല, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിലും -3.5% ആണ്. ഞാൻ ഈ പറഞ്ഞു വെച്ചത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഈ പറഞ്ഞു വെച്ചത് ഈ മാർക്കറ്റിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ മാത്രമല്ല ഈ ഒരു വിഷമത്തിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, വലിയ വലിയ ഇൻവെസ്റ്റേഴ്സും പോകുന്നുണ്ട്. പിന്നെ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താ? അവരെ സംബന്ധിച്ച് അവർ ക്ലിയറാണ്, അവർ കൊണ്ടുവന്നിരിക്കുന്ന പൈസ ഇപ്പോൾ പെർഫോം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ലോങ്കർ ടേമിൽ പെർഫോം ചെയ്താൽ മതി. അപ്പം നമ്മൾ ബേസിക് ആയിട്ട് എപ്പോഴും പറയുന്ന കാര്യം, നമ്മൾ അടുത്ത മാസത്തെ ഒരു ഷൂ മേടിക്കാനോ അല്ലെങ്കിൽ ഒരു ബൈക്ക് മേടിക്കാനോ ഒരു കാശ് ഉണ്ടാക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് മാർക്കറ്റിൽ വരണമെങ്കിൽ പലപ്പോഴും നമുക്ക് തെറ്റിയേക്കാം എന്നുള്ളത്. അപ്പം നമ്മൾ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ആദ്യം ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, അതായത് 3 കൊല്ലത്തേക്ക് 5 കൊല്ലത്തേക്ക് എനിക്ക് ഈ പൈസ വേണ്ട എന്ന് നിശ്ചയിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് വിഷമങ്ങൾ മനസ്സിൽ നിന്ന് കളയാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ നന്നായിട്ട് റിവാർഡ് ചെയ്യും, പക്ഷെ അത് എപ്പോൾ റിവാർഡ് ചെയ്യും, എങ്ങനെ റിവാർഡ് ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന ക്യാപിറ്റലിനെ റിസ്ക് ക്യാപിറ്റൽ ആയിട്ട് മാത്രം, അതായത് റിസ്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, റിസ്കി ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതല്ല. അതായത് ഒരു 3 കൊല്ലം 5 കൊല്ലം റിട്ടേൺ കിട്ടിയാലും കുഴപ്പമില്ലാത്ത പൈസ വേണം നമുക്ക് കൊണ്ടുവരാൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ മാർക്കറ്റിനെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം ഞാൻ ഇന്ന് പറഞ്ഞു വെക്കാൻ പോകുന്ന കാര്യം വെച്ചാൽ, കോവിഡിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ കയറി വന്നു അല്ലേ. ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ 2024 മുതലാണ് ഇന്ത്യൻ മാർക്കറ്റ് ഒന്ന് താഴേക്ക് വന്നത്. അവിടെ മുതലാണ് നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ഹെഡ്വിൻസുകൾ, അതായത് നെഗറ്റീവ്സുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നത്. അതായത് ഈ ട്രംപിൻ്റെ ടാരിഫ്, അതേപോലത്തെ ഇഷ്യൂസ്, US ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രേഡ് കാരണം ഇന്ത്യൻ മാർക്കറ്റ് അണ്ടർ പെർഫോമറാണ്, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മളിലുള്ള പല ആൾക്കാരും 4-5 കൊല്ലമായിട്ട് വളരെ സ്പോയിൽഡാണ്, പാമ്പേർഡാണ്. അതായത് നമ്മൾ 4-5 കൊല്ലമായിട്ട് കയറുന്ന മാർക്കറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നമുക്കൊരു കറക്ഷൻ മാർക്കറ്റ്, അതായത് ടൈം കറക്ഷൻ ആവാം,
പ്രൈസ് കറക്ഷൻ ആണ്. ടൈം കറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, സമയം കാരണമുള്ള ഒരു കറക്ഷൻ. അതായത് കുറേ നാളത്തേക്ക് മാർക്കറ്റിൽ നിന്ന് റിട്ടേൺ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ സ്റ്റോക്ക് അങ്ങനെ തന്നെ ഒരു കൊല്ലം 2 കൊല്ലം കിടക്കുക, മേടിച്ച ലെവലിൽ നിന്ന് മുകളിലോട്ട് പോണില്ല, താഴോട്ട് പോണില്ല. അതിനാണ് നമ്മൾ ടൈം കറക്ഷൻ എന്ന് പറഞ്ഞത്. ഇനി പ്രൈസ് കറക്ഷനോ, ഒരു സ്റ്റോക്ക് താഴേക്ക് പോവുക. ഇതൊന്നും കാണാനുള്ള ശക്തി നമുക്ക് ഇല്ലാതായിപ്പോയി എന്നുള്ളത്. അതായത് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നു ഷോർട്ട് ടേമിൽ കിട്ടിക്കൊണ്ട് നമ്മുടെ തന്നെ 2022 പെർഫോമൻസും 2023 പെർഫോമൻസും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ സങ്കടപ്പെടുന്നത്. എന്നാൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ഈ കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യും. വിഷമം വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്കും വിഷമമുണ്ട്, നിങ്ങൾക്കും വിഷമമുണ്ട്. പക്ഷെ നമുക്ക് എങ്ങനെ, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു അല്ലേ, നമുക്ക് ഇത് എങ്ങനെ ടൈഡ് ഓവർ ചെയ്ത് മുന്നോട്ട് പോകാം. ഇപ്പം നമ്മുടെയൊക്കെ തെറ്റെന്താണ് വിഷ്ണു? കയറിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കയറുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടേ. നമുക്ക് കംപ്ലൈന്റ് ഇല്ല, PE കുറിച്ച് പ്രശ്നമേ ഇല്ല. PE 400 ആവുന്നു, PE 500 ആവുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ കാശുണ്ടാക്കി, അത് ഞാൻ മേടിച്ചു, കഴിഞ്ഞ ആഴ്ച മേടിച്ചു, കിട്ടി. അതായത് കയറുമ്പോൾ നമുക്ക് ആർക്കും കംപ്ലൈന്റ്. അത് മാത്രമല്ല, കയറുമ്പോൾ ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താലും പൈസ കിട്ടുന്ന ഒരു അവസ്ഥ കുറച്ചാളും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പൊ അതാണ് ഞാൻ പറയുന്നത്. അതായത് കയറുമ്പോൾ നമുക്ക് ഫണ്ടമെന്റൽസും പ്രശ്നമില്ല, ടെക്നിക്കൽസും പ്രശ്നമില്ല, ഒന്നുമില്ല. പക്ഷെ നമ്മൾ എപ്പോഴും മാർക്കറ്റിൽ മനസ്സിലാക്കേണ്ട കാര്യം, കയറുമ്പോൾ എന്തുകൊണ്ട് കയറി എന്നും കൂടെ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്ത് വയ്ക്കണം എന്നുള്ളതാണ്. ഏതെങ്കിലും ലെവലിൽ വെച്ച് ഓവർ വാല്യൂഡ് ആവുമ്പോൾ നമുക്കത് മനസ്സിലാവണം. ഈ ഓവർ വാല്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരുപാട് കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാം. 2001-2 കാലഘട്ടം മുതൽ 2010 വരെ നമ്മുടെ കൊച്ചിയിലെ മാത്രം എടുക്കാം, അല്ലെങ്കിൽ കേരളത്തിലെ മാത്രം എടുക്കാം. അന്ന് റിയൽ എസ്റ്റേറ്റുകൾ ചിലപ്പോൾ നമ്മുടെ യങ് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേരൻസിനോടോ ബ്രദേഴ്സിനോടോ ചോദിച്ചാൽ കറക്റ്റായിട്ട് അറിയാം. 2001 മുതൽ 2010 വരെ അത് റിയൽ എസ്റ്റേറ്റ് ഭയങ്കരമായിട്ട് മൂവ് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ ഏതൊരു സ്ഥലം മേടിച്ചാലും, അതായത് പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെ മേടിക്കണമെന്നില്ല, എവിടെ, അതായത് ഏത് മൂലയിലുള്ള ഒരു സ്ഥലം മേടിച്ചാലും 2 ആഴ്ചയ്ക്കുള്ളിൽ വിറ്റുപോകുമായിരുന്നു. അത്രയ്ക്ക് മാത്രം. എന്തുകൊണ്ടാണ്? അത്രയ്ക്ക് മാത്രം ലിക്വിഡിറ്റി റിയൽ എസ്റ്റേറ്റിലേക്ക് ഒഴുകി വന്നു. എന്നാൽ 2010 കഴിഞ്ഞപ്പോഴോ അത്രയും ലിക്വിഡിറ്റി സിസ്റ്റത്തിൽ നിന്ന് പോയപ്പോഴത്തേക്കും ഇപ്പം ആസ് വി സിറ്റ് ടുഡേ നമ്മളൊരു സ്ഥലം വിൽക്കണമെങ്കിൽ എന്ത് പാടാന്നറിയും. അതായത് ലിക്വിഡിറ്റി ഡ്രൈവ് ചെയ്യുമ്പോഴും ലിക്വിഡിറ്റി ഡ്രെയിൻഡ് ആയി പോകുമ്പോഴും ഒരു അസറ്റ് ക്ലാസ് പെരുമാറുന്നതിനാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത്. അത് റിയൽ എസ്റ്റേറ്റിലും സംഭവിക്കും, അത് സ്റ്റോക്കിലും സംഭവിക്കും. നമ്മളിപ്പോൾ സ്റ്റോക്സിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ലാസ്റ്റ് സെപ്റ്റംബർ 2024 മുതൽ ഇന്ത്യൻ മാർക്കറ്റ് കറക്റ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് കാര്യം? 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിലെ പല സ്റ്റോക്കുകളും ഓവർ വാല്യൂഡ് സിറ്റുവേഷൻ ആയിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ? FIIs നല്ല രീതിയിൽ സെല് ചെയ്യാനുള്ള കാരണം എന്താ? കാരണം അടുത്ത കാലത്ത് ലാസ്റ്റ് 1 year ആയിട്ട്, എസ്പെഷ്യലി ലാസ്റ്റ് 2 years 3 years എന്ന് വേണമെങ്കിൽ പറയാം, ലോകത്തെ പൈസ മൊമെന്റത്തിനെ ചേസ് ചെയ്യണം. എവിടെയാണ് മൊമെന്റം ഉണ്ടായിരുന്നത്? ലോകത്തുള്ള പല സ്റ്റോക്ക് മാർക്കറ്റുകളിലെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേപ്പബിലിറ്റി ഉള്ള സ്റ്റോക്സിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്യുവർ പ്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടും ഇന്ത്യൻ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആയതുകൊണ്ടും ഹോട്ട് മണി, അഥവാ നമ്മൾ പറയില്ലേ, സാധാരണ ഇന്ത്യയിൽ 2 തരം FIIസും FPIസും ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ലോങ് ടേം പ്ലെയേഴ്സ്. ലോങ് ടേം FII അല്ലെങ്കിൽ FPI എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ കൊല്ലങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിന് എക്സിറ്റ് അടിച്ച് പോകുന്നവരാണ്. അല്ലാതെ ലോകത്ത് ഈ പറയുന്ന പോലെ ഹോട്ട് മണി ഉണ്ട്. ഈ ഹോട്ട് മണി എന്ന് പറഞ്ഞാൽ റൂത്ത്ലെസ് ആണ്, ഒരു ദാക്ഷിണ്യവും ഇല്ല. ചൈനയിലാണ് ഓപ്പർച്യൂണിറ്റി എങ്കിൽ അവിടെ ഓപ്പർച്യൂണിറ്റി കഴിയുമ്പോൾ അവിടെ മിറ്റ് ഇന്ത്യയിൽ ഓപ്പർച്യൂണിറ്റി കഴിയുമ്പോൾ ഇവിടെ മിറ്റ് US. ഇങ്ങനെ ട്രാവൽ ചെയ്ത് നടക്കുന്ന ഹോട്ട് മണി ഉണ്ട്. ഇതിനെ ETF മണി എന്നോ അല്ലെങ്കിൽ ഹോട്ട് മണി എന്നോ ഹെഡ്ജ് ഫണ്ട്സ് എന്നോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം. അവരൊന്നും നോക്കൂല, എവിടെയാണോ ഓപ്പർച്യൂണിറ്റി അതിൻ്റെ പുറകെ പോകുന്നുള്ളതാണ്. അപ്പം ലോകത്ത് US, തായ്വാൻ, ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ പോലെയുള്ള രാജ്യങ്ങളിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്സ് നന്നായിട്ട് പെർഫോം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുമ്പോൾ ആർട്ടിഫിഷ്യലിലെ ഹാർഡ്വെയർ സൈഡ്, ചിപ്പ് മാനുഫാക്ചറിങ്, സെമി കണ്ടക്ടേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ട്രേഡിലെ ലോകത്തുള്ള എല്ലാ പൈസയും മറ്റുള്ള സ്ഥലങ്ങളിൽ സെല് ചെയ്യാനുള്ള കാരണം എന്താ? മറ്റുള്ള സ്ഥലങ്ങളായ ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ ഓവർ വാല്യൂഡ് ആയിരുന്ന സ്ഥലത്ത് സെല് ചെയ്ത് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള മൊമെന്റമുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്കുള്ള മാർക്കറ്റുകളിലേക്ക് പോയി എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. ഞാനിപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും എൻ്റെ അറിവിന് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം കമ്പൈൽ ചെയ്ത് നോക്കി. അതായത് നമ്മളിപ്പോൾ ജാപ്പനീസ് മാർക്കറ്റ് എടുക്കണമെന്ന് വിചാരിക്കുക. ജാപ്പനീസ് മാർക്കറ്റിൻ്റെ 3 കൊല്ലം പുറകിൽ, 3 കൊല്ലം മുമ്പേ ടോപ്പ് 25 കമ്പനീസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയായിരുന്നു അറിയോ? $1,522 billion. ഓക്കെ, ഇപ്പോൾ അത് എത്രയെന്നറിയോ? $2,800 billion. അതായത് 1,522 2,800 ആയി. AI സ്റ്റോക്സ് മാത്രം 3 കൊല്ലം മുമ്പേ $295 billion ആയിരുന്നു അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. ഇപ്പോൾ അത് എത്രയെന്നറിയോ?
$669 billion. അവിടുത്തെ AI സ്റ്റോക്സിലെ മൂവ്മെന്റ് ആണ് ഞാൻ പറയുന്നത്. ഇത് ജപ്പാന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് സൗത്ത് കൊറിയ നോക്കാം. സൗത്ത് കൊറിയ നോക്കുകയാണെങ്കിൽ 3 കൊല്ലത്തിനും മുന്നേ ടോപ്പ് 25 കമ്പനീസിന്റെ മാർക്കറ്റ് ക്യാപ്പ് $743 billion ആയിരുന്നു. ഇപ്പം അതെല്ലാം കൂടി എത്രയെന്ന് അറിയോ? 1433 billion, ഡബിളായി. കാരണം എന്താ? സൗത്ത് കൊറിയയിലെ AI സ്റ്റോക്സ് 3 കൊല്ലം മുമ്പേ $326 billion ആയിരുന്ന മാർക്കറ്റ് ക്യാപ്പ് ഇപ്പം എത്രയായി? $744 billion, ഓൾമോസ്റ്റ് ഡബിൾ ആയി എന്നുള്ള. സെയിം ഫോർ ടൈവാൻ. ഇപ്പം ടൈവാന്റെ കാര്യം പറയണമെങ്കിൽ 3 കൊല്ലം മുമ്പേ ടോപ്പ് 25 സ്റ്റോക്സിന്റെ മാർക്കറ്റ് ക്യാപ്പ് $693 billion, ഇപ്പോഴോ $2000 billion. AI സ്റ്റോക്സ് മാത്രം എടുക്കുകയാണെങ്കിലോ ടൈവാനിലെ $363 billion ആയിരുന്നു, $363 billion ആയിരുന്നു 3 കൊല്ലം പോയി. ഇപ്പോൾ $1446 billion. ഇനി അതേപോലെ തന്നെ ചൈന നമുക്ക് നോക്കാം. ടോപ്പ് 25 സ്റ്റോക്സ് 3 കൊല്ലം മുമ്പേ $2668 billion, ഇപ്പം നോക്കുകയാണെങ്കിൽ $5299 billion. ടോപ്പ് AI കമ്പനീസിന്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 3 കൊല്ലം മുമ്പേ $417 billion, ഇപ്പോഴോ $1654 billion. 3 ടൈംസ് ആണ് AI സ്റ്റോക്സിന്റെ ഇത് കയറി. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് US മാർക്കറ്റ്. ടോപ്പ് 25 കമ്പനീസിന്റെ മാർക്കറ്റ് ക്യാപ്പ് 3 കൊല്ലം മുമ്പേ $14,231 billion ആണെങ്കിൽ ഇപ്പോൾ $33,724 billion, മോർ ദാൻ ഡബിൾ. എന്നാൽ AI സ്റ്റോക്സ് മാത്രമുള്ള മാർക്കറ്റ് ക്യാപ്പോ 3 years ബാക്ക് $5,977 billion, ഇപ്പോഴോ $20,994 billion, ഏതാണ്ട് 4 ടൈംസ്. ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ എവിടെയാണ് ട്രേഡ് നടന്നത്? ട്രേഡ് നടന്നത് കംപ്ലീറ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് സ്റ്റോക്സും അതുണ്ടായിരുന്ന മാർക്കറ്റുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഓർ ഇൻസിഡന്റ്ലി ഓർ കോഇൻസിഡന്റ്ലി ഇന്ത്യൻ മാർക്കറ്റ് ഡിഡ്ന്റ് ഹാവ് എ പ്യുവർ പ്ലേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹാർഡ്വെയർ സ്റ്റോക്ക്, സെമി കണ്ടക്ടറോ ചിപ്പോ എന്തോ ആണെങ്കിലും ശരി, ഇതൊന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ലാത്തത് കാരണം ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവണേ എന്നുള്ള. നമ്മൾ മാർക്കറ്റിനെ ട്രീറ്റ് ചെയ്യുമ്പോഴേ നമ്മളെന്ന് പറയുന്ന വ്യക്തിക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് 3 ക്വാളിറ്റീസ് വേണം. അതായത് ഇപ്പം ഞാൻ ഈ പറഞ്ഞത് മാർക്കറ്റ് ഇൻ്റലിജൻസ് ആണ്. മാർക്കറ്റ് ഇൻ്റലിജൻസ് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു ലോങ്കർ ടേം സെറ്റപ്പും മാർക്കറ്റിൽ എന്താണ് നമ്മൾ ഫണ്ടമെൻ്റലി ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ രണ്ടാമത്. അതിനു മുമ്പ് മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ക്രിക്കറ്റ് കളിക്കാൻ വരുമ്പോൾ ക്രിക്കറ്റ് അനലോഗി വെച്ച് നോക്കുകയാണെങ്കിൽ ബാറ്റിംഗ് ഫണ്ടമെന്റൽ ആണെന്ന് വിചാരിക്കുക, ബൗളിംഗ് ടെക്നിക്കൽ ആണെന്ന് വിചാരിക്കുക. ബോളേഴ്സും വേണം, ബാറ്റ്സ്മാനും വേണം നമുക്കൊരു കളി ജയിക്കണേ. അപ്പോൾ ഫണ്ടമെന്റലും വേണം, ടെക്നിക്കലും വേണം. പക്ഷെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? പിച്ച് റീഡ് ചെയ്യണം. ഈ പിച്ച് എങ്ങനെയായിരിക്കും? ബൗൺസി പിച്ച് ആയിരിക്കോ, ടേണിംഗ് ട്രാക്ക് ആയിരിക്കോ, രാവിലെ എങ്ങനെയായിരിക്കും, എന്താ പറയുക, രാത്രി എന്താ പറയുക, ഡ്യൂ വീഴുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ടോസ് വിളിക്കണം എന്നുള്ള. അതിനെയാണ് നമ്മൾ മാർക്കറ്റ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ഇൻ്റലിജൻസ് നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം എന്താണെന്ന്. അതായത് നമ്മൾ ഏറ്റവും വലിയ നമ്മുടെ പ്രശ്നം എന്താ? മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോകുന്നില്ല എന്നുള്ളതാണ് കംപ്ലൈൻറ്റ്. പക്ഷെ മാർക്കറ്റ് പോകുന്നുണ്ട്. ഈ സമയത്ത് നമുക്കൊരു കാര്യം ആലോചിക്കുക, എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ സ്ഥിതിവിശേഷം എന്താ? ലാസ്റ്റ് ഇപ്പോൾ 2025 മാത്രം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ FIIs FPIs സെല്ല് ചെയ്ത് ഒരു ഫിഗർ ഞാൻ പറയണമെങ്കിൽ 1.5 lakh crore, 1.5 ലക്ഷം കോടിക്ക് അവർ വിറ്റു. ഏതാണ്ട് അതേ എമൗണ്ടിന് തന്നെ പ്രൊമോട്ടേഴ്സും വിറ്റു. എത്ര വിറ്റു? 1.5 lakh crore. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. 3 ലക്ഷം കോടിക്ക് പ്രൊമോട്ടറും വിറ്റു, 3 ലക്ഷം കോടിക്ക് പ്രൊമോട്ടറും വിറ്റു, FIIസും വിറ്റു. ഇത്രയും വിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ താഴോട്ട് പോകണ്ട. 10%, 12%, 15% താഴെ പോകണം. എന്തുകൊണ്ട് പോയില്ല? ആ സെല്ല് ചെയ്തത് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്തു. അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെല്ല് ചെയ്യുമ്പോൾ ഒരാൾ മേടിക്കണമല്ലോ. അത് മാത്രമല്ല കൺസിസ്റ്റന്റ്ലി മേടിച്ചു, സ്റ്റഡി ആയിട്ട് മേടിച്ചു. ആര് മേടിച്ചു? മ്യൂച്വൽ ഫണ്ടുകാർ മേടിച്ചു, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ മേടിച്ചു. ആരാണ് പൈസ കൊടുത്തത്? നമ്മളെ പോലത്തെ സാധാരണ ഇൻവെസ്റ്റേഴ്സ് അവരുടെ യൂണിറ്റ് മേടിച്ച് അവർക്ക് പൈസ കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയത് ഏതാണ്ട് 2025 ഒക്ടോബറോടുകൂടി 6 ലക്ഷം കോടി മുതൽ 7 ലക്ഷം കോടിയാണ് മ്യൂച്വൽ ഫണ്ടിലേക്ക് സാധാരണ ജനങ്ങളായ നമ്മൾ പൈസ കൊടുത്തേക്കുന്നത്. ആ 7 ലക്ഷം കോടി ഉപയോഗിച്ച് മ്യൂച്വൽ ഫണ്ട്സ് എന്ത് ചെയ്തു? FIയുടെ സെല്ലിങ്ങും FPIയുടെ സെല്ലിങ്ങും പ്രൊമോട്ടേഴ്സിന്റെ സെല്ലിങ്ങുമായിട്ടുള്ള 3 lakh crore സപ്ലൈ അബ്സോർബ് ചെയ്തു എന്ന് മാത്രമല്ല, ബാക്കി 4 കോടിയിലെ നല്ല മേജർ എമൗണ്ട് കൊണ്ട് ഒരുപാട് IPOനെ ഫണ്ട് ചെയ്ത് അതിനകത്തു നിന്നുള്ള പ്രൊമോട്ടേഴ്സിനും പ്രൈവറ്റ് ഇക്വിറ്റി പ്ലെയേഴ്സിനും ഏർലി ഇൻവെസ്റ്റേഴ്സിനും എക്സിറ്റും കൂടെ കൊടുത്തു. അതായത് ഇവരുടെ നല്ലൊരു വിഭാഗം പൈസ FII FPI സെല്ലിംഗ് അബ്സോർബ് ചെയ്യാനും പ്രൊമോട്ടറിന്റെ സെല്ലിംഗ് അബ്സോർബ് ചെയ്യാനും
IPOകളിൽ കൂടെ, അതായത് ഓവർ വാല്യൂഡ് പോലെയുള്ള ലെൻസ് കാർട്ട് പോലെയുള്ള ഗ്രോ പോലെയുള്ള IPOയിൽ ഞാൻ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, അവരിൽ ആരാണ് എല്ലാവരും ഓഫർ ഫോർ സെയിലായിരുന്നു. അതായത് അവരുടെ പ്രൊമോട്ടറിന്റെ സെയിലായിരുന്നു പലതും. അത് കംപ്ലീറ്റ് മേടിച്ച് അവരെയൊക്കെ രക്ഷപ്പെടുത്തി എക്സിറ്റ് കൊടുത്തു എന്നുള്ള. ബാക്കിയുള്ള തുച്ഛമായ കാശ് മാത്രമേ ശരിക്കും മാർക്കറ്റിലേക്ക് വരുന്നുള്ളൂ. ഇത് വരുന്നതോ ചെറിയ ചെറിയ അവിടെയും ഇവിടെയും ചെറിയ ചെറിയ സ്റ്റോക്സിൽ. ആ സ്റ്റോക്കിന് അവരെന്താ ചെയ്യണമെന്നറിയോ? ഈ മ്യൂച്വൽ ഫണ്ടുകൾ മെയിൻലി ലാർജ് ക്യാപ്പിൽ കൊണ്ടുപോയാണ് ഇൻവെസ്റ്റ് ചെയ്യണത്. എന്തിനാ? അവർക്ക് മാസം അവസാനം അവരുടെ ഫാക്ട് ഷീറ്റ് അയക്കുമ്പോൾ അതിനകത്ത് നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ NAV ഫിഗർ ഉയർത്തി കാണിക്കണം എന്നുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പൈസ ലാർജ് ക്യാപ്പിലും അല്ലെങ്കിൽ ലാർജർ മിഡ് ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റോക്കിനെ പൊക്കി നിർത്തിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു റിയൽ ബൈയിങ് മാർക്കറ്റിലേക്ക്, ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിട്ടില്ല. ഇതാണ് ഇന്ത്യൻ മാർക്കറ്റിന്റെ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് ഈ മ്യൂച്വൽ ഫണ്ടുകാർക്ക് എല്ലാ മാസവും ഇത് അയക്കണമല്ലോ, ഫാക്ട് ഷീറ്റ് അയക്കണം. ഫാക്ട് ഷീറ്റ് അയക്കുമ്പോൾ NAV എന്ന് പറഞ്ഞാൽ 10 രൂപ NAV, 12 രൂപ NAV, 8 രൂപ പറഞ്ഞാൽ 10 രൂപയെന്ന് താഴെ പോയി അണ്ടർ പെർഫോമൻസ്. ഇത് പൊക്കി നിർത്തണമെങ്കിൽ എല്ലാ മാസവും ഇവർ മേടിക്കണം. അപ്പം നമ്മൾ തന്നെ പൈസ കൊടുത്ത് നമ്മൾ തന്നെ മ്യൂച്വൽ ഫണ്ടിനെ ആവറേജ് ചെയ്ത് മുകളിൽ നിർത്തിയിരിക്കുകയാണെന്നുള്ള കാര്യമാണ് അതിനകത്ത് സത്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റിന്റെ സെറ്റപ്പ്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ 3 കാര്യങ്ങൾ നടക്കണം. ഒന്നെന്ന് പറയുന്നത് FIയുടെ സെല്ലിംഗ് നിൽക്കണം. ആദ്യം FIയുടെ സെല്ലിംഗ് നിൽക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ട്രിഗർ വേണം. ആ ട്രിഗർ എന്ന് പറയുന്നത് Indo-US ട്രേഡ് ഡീലായിട്ട് വരാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അടുത്തൊരു FOMC മീറ്റിംഗിൽ റേറ്റ് കട്ടായിട്ട് വരാം. അങ്ങനെ ഒരു ട്രിഗർ നിൽക്കണം. മൂന്നാമത് ഇന്ത്യൻ കമ്പനികളുടെ ഏർണിങ്സ്. നമ്മൾ പറഞ്ഞല്ലോ, ഏർണിങ്സ് കാരണമാണ് ഇന്ത്യൻ മാർക്കറ്റിന്റെ സ്റ്റോക്സിന്റെ വാല്യുവേഷനെ കാട്ടിലും പ്രൈസസ് കയറിപ്പോയത്. ഇനി ആ പ്രൈസസ് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് സ്റ്റോക്സിന്റെ ഏർണിങ്സ് വരണം. ഈ സെക്കൻഡ് ക്വാർട്ടർ വളരെ മോശമില്ലായിരുന്നു എന്ന് വേണം നമുക്ക് പറയാമെന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വന്നാൽ മാത്രമേ നമുക്കിനി മാർക്കറ്റ് മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള. അതുമാത്രമല്ല, ഞാൻ വ്യക്തിപരമായിട്ട് ഉറ്റുനോക്കുന്ന ഒരു ട്രേഡ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ എന്തായാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹാർഡ്വെയർ, ചിപ്പ് ആൻഡ് സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ, ഡേറ്റാ സെൻറ്ററിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ രീതിയിൽ ഒരു ഫ്ലോ ഒന്നും നമുക്ക് FIസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയില്ല. ബട്ട് എന്നും ഈ NVIDIയയും AMDയും ഇന്റലും മാത്രം കയറിക്കൊണ്ടിരിക്കും, ബ്രോഡ്കോമും പാലാൻഡറും മാത്രം കയറിക്കൊണ്ടിരിക്കുന്നു വിചാരിക്കരുത്. അവിടെ വെച്ച് അതൊന്ന് നിൽക്കും. കറക്റ്റ് ചെയ്യോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷേ ദ മണി വിൽ മൂവ് ഇൻ ടു സോഫ്റ്റ്വെയർ പാർട്ട് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആ സോഫ്റ്റ്വെയർ പാർട്ട് ഓഫ് ഹാർഡ്വെയർ പാർട്ട് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിന്നും സോഫ്റ്റ്വെയർ പാർട്ട് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് പോകുമ്പോൾ അവിടെ ആയിരിക്കാം ഒരു പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ, ഇന്ത്യൻ IT സ്റ്റോക്കുകളിൽ. കാര്യം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താ, നമ്മുടെ ലോകത്തെല്ലായിടത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റോക്കിലേക്ക് പോകുമ്പോൾ സൺറൈസ് സെക്ടറിലേക്ക് പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ ഇപ്പോഴും സൺസെറ്റ് സെക്ടേഴ്സ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസ്, ഓട്ടോമൊബൈൽ, ഫാർമ, റീറ്റെയിൽ, സിമെന്റ്, ഓട്ടോമൊബൈൽ അക്സസറീസ്, IT സർവീസസ് ആൻഡ് IT ഇനേബിൾഡ് സർവീസസ് മാത്രമേ നമ്മൾ സംസാരിക്കുന്നില്ല. ഇപ്പം നമുക്കൊരു സൺറൈസ് സെക്ടർ ഇല്ല, പകരം നമുക്ക് സൺസെറ്റ് സെക്ടറാണുള്ളത്. മറ്റുള്ള രാജ്യങ്ങളിൽ സൺറൈസ് സെക്ടർ ഉണ്ട് എന്നുള്ളത്. അപ്പം നമ്മുടെ ഇവിടെ എന്നാണോ ഹാർഡ്വെയറിൽ നിന്ന്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹാർഡ്വെയറിൽ നിന്ന് പൈസ സോഫ്റ്റ്വെയറിലേക്ക് പോകുന്നത്, അതായത് ChatGPT പോലെയും മറ്റുള്ള അങ്ങനത്തെ രീതിയിൽ ജനറേറ്റീവ് ഉള്ള കമ്പനിയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഇന്ത്യൻ മാർക്കറ്റിൽ IT കമ്പനീസിന് ട്രിഗർ ആവും. ഞാനിപ്പോൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഇൻഫർമേഷൻ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ SAPയുടെ SAP ലാബ്സ് ഇന്ത്യയുടെ MD സിന്ധു ഗംഗാധരൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇന്നലെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു വെച്ചാൽ 80% ഓഫ് SAPയുടെ ഏജൻസും ഇന്ത്യയിലാണ് ഡിസൈൻ ചെയ്യണമെന്നുള്ള. അപ്പോൾ ആ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിന് റെലവൻസ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലായത്. സോ ഹോൾഡ് യുവർ ഹോഴ്സസ്. നിങ്ങളുടെ പേഷ്യൻസ് നഷ്ടപ്പെടാതെ നിങ്ങൾ ധൈര്യത്തോടു കൂടി വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ സമയം വരും. ഇപ്പം ഞാനും നിങ്ങളെ പോലെ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ലാർജ് ഇൻവെസ്റ്റേഴ്സും ദേ ആർ ബ്ലീഡിങ് ഇൻ ഇന്ത്യൻ മാർക്കറ്റ്സ്, ബട്ട് ദെയർ വിൽ ബി എ ടൈം വെയർ വി വിൽ ബി റിവാർഡഡ്. ഈ നമ്മുടെ ക്യാരക്ടറാണ് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുന്നത്. അവർ നമ്മുടെ പേഷ്യൻസിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹോൾഡ് ഓൺ ടു ഇറ്റ്. കാര്യം നമുക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല. നമ്മളിവിടെ കിടന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മളെ കേൾക്കുകയില്ല, മാർക്കറ്റിന് അറിയയില്ല. സൂരജ് നായരുടെ ഈ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതങ്ങ് കയറ്റി വിട്ടേക്കാം. മാർക്കറ്റ് ഡു നോട്ട് നോ. മാർക്കറ്റിന്റെ രീതിയിലാണ് പെരുമാറുന്നത്. നമ്മൾ മാർക്കറ്റിന്റെ രീതിയിൽ പെരുമാറാൻ പഠിക്കണം എന്നുള്ള. ഇപ്പം ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ ഞാൻ എത്രയോ പേരെ ഒരു ഇൻവെസ്റ്ററിനെ ഒരു ദിവസം കാണുന്നു, എവിടെയെല്ലാം കാണുന്നു വിഷ്ണു. ഇന്നും ആൾക്കാർ വിശ്വസിക്കുന്ന സ്റ്റോക്ക് ഉണ്ട്. അതായത് നമ്മുടെ ഭാഗത്താണ് ചില സമയത്ത് തെറ്റ് എന്നുള്ള. നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കണം. അതായത് ഒരു സെയിങ് ഉണ്ട്, അൾട്ടിമേറ്റ്ലി ഐ ഹാവ് ഫൗണ്ട് ദ എനിമി ആൻഡ് ദ എനിമി ഈസ് മീ. ഞാൻ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ശത്രു എന്നുള്ള. ഇപ്പൊ വോഡാഫോൺ സ്റ്റോക്ക് പല ആൾക്കാരുടെ സംസാരിക്കുമ്പോൾ വോഡാഫോൺ MRF പ്രൈസ് അറിയാലോ. വോഡാഫോണിന്റെ വില എത്ര? 9 രൂപ തൊട്ട് 10 രൂപ. MRFന്റെ ഒരു സ്റ്റോക്കിന്റെ വില എത്ര?
1.5 ലക്ഷം രൂപ, 1,55,000 rupees. ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് എന്താണെന്ന് അറിയോ? അയ്യോ MRF കോസ്റ്റ്ലി സ്റ്റോക്ക് അല്ലേ, വോഡാഫോൺ ചീപ്പ് സ്റ്റോക്കാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇവിടെയൊക്കെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത് എന്നുള്ളതാണ്. ശരിയാണ്, മേടിക്കാൻ നിങ്ങൾക്ക് 9 രൂപ 10 രൂപയുള്ളൂ. പക്ഷെ നിങ്ങളൊരു സ്റ്റോക്ക് കൊണ്ട് എന്താ മേടിക്കുന്നത്? നിങ്ങളൊരു ബിസിനസ്സിനെയാണ് മേടിക്കുന്നത്. അതിന്റെ വാല്യൂഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് ബിസിനസിന്റെ വാല്യൂ ആണ്. നിങ്ങളൊരു ബിസിനസ്സിനെ ഒരു പിസ്സ അല്ലെങ്കിൽ ഒരു കേക്ക് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതാണ് അതിന്റെ വില. ആ കേക്കിന് 1000 രൂപയാണെന്ന് പറയാം, അല്ലെങ്കിൽ ആ പിസ്സയ്ക്ക് 400 രൂപയാണെന്ന് പറയുമെങ്കിൽ അതാണ് അതിന്റെ വില. അതിന്റെ ഒരു പീസ് മാത്രമേ നിങ്ങൾ ഷെയർ എന്ന രീതിയിൽ മേടിച്ച് നിങ്ങൾ കഴിക്കുന്നുള്ളൂ എന്നുള്ളത്. ഇപ്പൊ വോഡാഫോൺ ഐഡിയ വില എത്ര? 9 തൊട്ട് 10 രൂപ. അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയെന്ന് അറിയോ? 1,08,000 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പ്. ഇത് MRFന്റെ പ്രൈസ് എത്രയെന്ന് അറിയോ? ഒരു സ്റ്റോക്കിന്റെ വില 1,55,000. ബട്ട് അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയെന്ന് അറിയോ? 64,600 കോടി രൂപ. അതായത് വോഡാഫോണിനെക്കാളും കുറഞ്ഞ മാർക്കറ്റ് ക്യാപ്പാണ് ഈ MRFന് എന്നുള്ളത്. ഈ ഡെറ്റ് എത്രയെന്ന് അറിയോ? കടം എത്രയെന്ന് അറിയോ? വോഡാഫോൺ 2.3 ലക്ഷം കോടി. 2.3 ലക്ഷം കോടി. സ്റ്റോക്കിന്റെ വില എത്ര? 9 രൂപ. MRFന് എത്ര? 2,700 കോടിയാണ് ഡെറ്റ്. എന്നാൽ അതിന്റെ സ്റ്റോക്ക് പ്രൈസ് എത്ര? 1.5 ലക്ഷം. പിന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് വോഡാഫോണിന് എത്ര ഉണ്ടെന്ന് അറിയോ? 10,000 കോടി ക്യാഷ് ഉണ്ട്. നെക്കിപ്പറക്കി നോക്കിയാൽ ഇന്ന് 3,928 കോടിയുണ്ട് MRF. നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു കമ്പനിയെ വാല്യൂ ചെയ്യുന്ന വാല്യൂ എന്നറിയും എന്റർപ്രൈസ് വാല്യൂ എന്നാണ്. എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്റർപ്രൈസ് വാല്യൂ ആണ് ഒരു കമ്പനിയുടെ ശരിക്കുമുള്ള ബേസിക് വാല്യൂഷൻ. മാർക്കറ്റ് ക്യാപ്പ് പ്ലസ് ഡെപ്റ്റ്. ഒരു കമ്പനി നമ്മൾ മാർക്കറ്റ് ക്യാപ്പിന് മേടിക്കണമെങ്കിൽ അതിന്റെ കടം കൂടെ മേടിക്കണമല്ലോ. മാർക്കറ്റ് ക്യാപ്പ് പ്ലസ് ഡെപ്റ്റ്, അതിൽ നിന്ന് ക്യാഷ് മാറ്റി വെച്ചാൽ, മൈനസ് ക്യാഷ് മാറ്റി വെച്ചാൽ എന്ത് വില വരുന്നു? അതിനെയാണ് എന്റർപ്രൈസ് വാല്യൂ. എന്റർപ്രൈസ് വാല്യൂ ഓഫ് നമുക്കൊന്ന് നോക്കാം. 9 രൂപ അല്ലെങ്കിൽ 10 രൂപ ഒരു ഷെയറിന് വിലയുള്ള വോഡാഫോണിന്റെ എന്റർപ്രൈസ് വാല്യൂ എത്രയെന്ന് അറിയോ? 3,31,000 കോടി. 3,31,000 കോടി. MRFന്റെ ഒരു സ്റ്റോക്കിന്റെ വില എത്രയാണ്? 1.5 ലക്ഷം. അതിന്റെ എത്രയെന്ന് അറിയോ? എന്റർപ്രൈസ് വാല്യൂ 63,500 കോടി. ഏത് കമ്പനിയാണ് വാല്യൂഷൻ? ഏത് കമ്പനിയാണ് ഹയർ വാല്യൂഷൻ? ഏത് കമ്പനിയാണ് വലുത്? ഇറ്റ് ഈസ് വോഡാഫോൺ. ഇതിന്റെ കടം മാത്രം, അതായത് വോഡാഫോണിന്റെ കടം മാത്രമുണ്ട് ഏതാണ്ട് എന്താ പറയുക 3 times അല്ലേ, 4 times ദ വാല്യൂ ഓഫ് ടോട്ടൽ MRF. MRF എന്ന് പറഞ്ഞ കമ്പനിയുടെ 4 ടൈംസോളം ഉണ്ട് ഏതാണ്ട് വോഡാഫോണിന്റെ കടം മാത്രം. എന്നാൽ നമ്മൾ പോയി നോക്കുന്നത് 9 രൂപ 10 പൈസ, 9 രൂപ 10 രൂപ, 9 രൂപ 10 രൂപയ്ക്ക് നമ്മൾ 10,000 മേടിക്കുന്നു, 20,000 മേടിക്കുന്നു. നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് വിഷ്ണു. ഇവിടെയൊക്കെയാണ് നമുക്ക് പറ്റുന്ന തെറ്റ്. 2,000 രൂപയുടെ ഒരു നോട്ടും 200 രൂപയുടെ 10 നോട്ടും രണ്ടും 2,000 രൂപ തന്നെയാണ്. ഇത് രണ്ടും 10% മൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ 2,200 രൂപ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഏതാണ് 10% മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളത്, അതിന് പറ്റി ഏതാണ് നല്ല സ്റ്റോക്ക്, ഏതാണ് ഫണ്ടമെന്റലി ടെക്നിക്കലി ആൻഡ് മാർക്കറ്റിംഗ് വൈസ് നല്ല സ്റ്റോക്ക്, അവിടെയാണ് പൈസ പോകേണ്ടത്. നിങ്ങളുടെ കയ്യിൽ 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിലും ആ 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് മേടിക്കുന്നതും മറ്റേ പുറത്ത് കൊട്ടക്കണക്കിന് വോഡാഫോൺ സ്റ്റോക്ക് മേടിക്കുന്നതും തമ്മിൽ നിങ്ങളുടെ റിട്ടേൺ 10% മൂവ് ചെയ്താൽ സെയിം തന്നെ ആയിരിക്കത്തില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് നോക്കൂ. ഇവിടെയൊക്കെയാണ് വിഷ്ണു നമ്മൾ ചെയ്യുന്ന, ഞാൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയുടെ മിസ്റ്റേക്ക്. ഇപ്പം നമ്മൾ ഒരു സ്റ്റോക്കോ ഒരു മാർക്കറ്റോ നോക്കണമെങ്കിൽ നമ്മൾ ഇതിനെ പേടിക്കുക. ഞാൻ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് പറയാതിരിക്കുന്നത് വെച്ചാൽ വലിയ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. ബാക്കിയെല്ലാം US യുക്രൈൻ കോൺഫ്ലിക്റ്റിന്റെ കാര്യവും ചൈനയും ഷീ ജിൻപിങ്ങും ട്രംപും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ വിഷ്ണു പറഞ്ഞു എന്നുള്ള. അപ്പം എന്നെ സംബന്ധിച്ച് പല ഇൻവെസ്റ്റേഴ്സും ഞാനും നമ്മൾ ഈ പറയുന്ന വലിയ ഇൻവെസ്റ്റേഴ്സും വളരെ വിഷമകരമായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്. പക്ഷേ ഡോണ്ട് ലൂസ് യുവർ ഹോപ്പ്, ഡോണ്ട് ലൂസ് യുവർ കോൺഫിഡൻസ്. ഒരു കൺവിക്ഷൻ നിങ്ങൾ മാർക്കറ്റിലേക്ക് വരും. ബെസ്റ്റ് ടൈംസ് ആർ യെറ്റ് ടു കം. സ്റ്റേ ദെയർ. നിങ്ങൾ വിറ്റ് മാറുന്നതിന്റെ പിറ്റേ ദിവസമായിരിക്കും ചിലപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് കയറുന്നത്, അല്ലെങ്കിൽ അന്നായിരിക്കും US ട്രേഡ് ഡീലിന്റെ ന്യൂസ് വരുന്നത്. നിങ്ങൾ ഇതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. മാർക്കറ്റിന് ഒരിക്കലും അറിയില്ല നമ്മൾ ഇപ്പുറത്തെ സൈഡിലുണ്ടെന്ന്, നമ്മളും വിഷമിക്കുകയാണെന്ന്. മാർക്കറ്റ് എന്താ ചെയ്യണത് അതനുസരിച്ച് നമ്മൾ ചെയ്യാൻ നോക്കുക. മാർക്കറ്റിൽ ഇന്നിലും ഇത്രയും നെഗറ്റീവ് ഉണ്ടെങ്കിലും 100, 110, 150 സ്റ്റോക്കുകൾ ഡബിളായി ട്രിപ്പിളായി 60% റിട്ടേണും ഈ സമയത്ത് തന്നു. എന്തുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് നമ്മൾ കടാടിയിൽ നോക്കി നമ്മളെ തന്നെ ചോദ്യം ചെയ്യേണ്ടതാണ് വിഷ്ണു. അപ്പോൾ ഇതൊന്നും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടാവും. ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ സംസാരിച്ചു എന്നേ ഉള്ളൂ. ഞാനും നിങ്ങളെപ്പോലെ വിഷമത്തിൽ തന്നെയാണ്. ബട്ട് അവർ ടൈംസ് ആർ യെറ്റ് ടു കം. ഓവർ ടു യു വിഷ്ണു. സുരേഷ് സാർ, ഏതായാലും നമ്മൾ ഇന്ന് വിപണിയെ പറ്റി പല കാര്യങ്ങളൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിലും ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വില കുറഞ്ഞ സ്റ്റോക്ക് ചോദിക്കുമ്പോൾ പറയും കുറഞ്ഞ വിലയുള്ളൊരു സ്റ്റോക്ക് പറയാമോ എന്നുള്ള രീതിയിൽ പറയാം. അതിനൊരു കൃത്യമായൊരു എക്സ്പ്ലനേഷൻ സാറിന് നൽകിയിട്ടുണ്ട്. ഏതായാലും അതൊന്നുകൂടി ഒന്ന് പ്രേക്ഷകർ കാണുക. നമുക്കിനി നമ്മുടെ അടുത്തൊരു സെഗ്മെൻറ്റിലോട്ട് പോകാം. സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് അല്ലെങ്കിൽ സ്പോട്ട്ലൈറ്റ് ബിസിനസ്. താങ്കൾക്ക് ഏത് കമ്പനിയെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്?
വിഷ്ണു, അതിന് മുമ്പ് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ഞാൻ കൊടുക്കാം. അതായത് ഇപ്പോൾ നമ്മളൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റ് ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയണം, ഇപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും റിവോൾവ് ചെയ്യുന്നത് യുക്രൈൻ റഷ്യ പീസ് ടോക്സിൻ്റെ ചുറ്റുവട്ടത്താണ് അല്ലേ. ആ ഒരു പീസ് ടോക്ക് തീർച്ചയായിട്ടും യാഥാർത്ഥ്യമായി മുന്നോട്ട് വന്നാൽ ക്രൂഡിൻ്റെ വിലയിൽ നല്ല രീതിയിൽ മാറ്റം വരും. ചിലപ്പോൾ ക്രൂഡ് താഴേക്ക് പോകാനാണ് ചാൻസുകൾ കൂടുതലായിട്ട് ഉള്ളതെന്നുള്ള, അൺലെസ് ആൻഡ് അണ്ടിൽ വേറെ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ട്രിഗർ വരികയാണെങ്കിൽ. അപ്പോൾ ആ ഒരു മാർക്കറ്റിൽ ഒരു ഹാൻഡ് ഓവർ ഡീറ്റെയിൽസിനെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞു വയ്ക്കുക. രണ്ടാമത്, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ സെറ്റിൽ ആവുകയാണെങ്കിൽ ഫ്രൈറ്റ് റേറ്റ്സ്, അതായത് ഷിപ്പിംഗ് റേറ്റ്സ് നല്ല രീതിയിൽ, ടാങ്കർ റേറ്റ്സ് ഭയങ്കരമായിട്ട് കുറഞ്ഞേക്കാം. ടാങ്കർ റേറ്റ്സ് കുറയുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഷിപ്പിംഗ് കമ്പനീസിന് ചിലപ്പോൾ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. ഈ രണ്ട് ഹാൻഡ് ഓവർ ഡീറ്റെയിൽസും പറഞ്ഞു. ഇത് നെഗറ്റീവായിട്ട് നടക്കണം എന്നല്ല, ഇനിയിപ്പോൾ ഇവർ തമ്മിലുള്ള ഇത് എന്താ പറയുക, പീസ് ടോക്ക് യാഥാർത്ഥ്യമാവണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് ഞാനൊന്ന് ഹാൻഡ് ഓവറിൻ്റെ കൂടെ പറയാൻ വെച്ചതാണ്, നേരത്തെ സമയം കിട്ടാത്തതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ആഡ് ചെയ്തു എന്ന് മാത്രം. ഇനി നമുക്ക് സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിലേക്ക് വരാം. ഈ സ്പോട്ട്ലൈറ്റ് ബിസിനസ് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സ്വകാര്യ അഹങ്കാരമായിരുന്ന നമ്മുടെ സൂപ്പർ മെഗാസ്റ്റാർ ആയിരുന്നു നമ്മുടെ മമ്മൂട്ടി അല്ലേ, നമ്മുടെ എല്ലാവരുടെയും മമ്മൂക്ക എന്ന് പറഞ്ഞാൽ. ആ മമ്മൂക്ക കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇത്രയും കഴിവുള്ള നമുക്ക് രണ്ട് നടന്മാരുണ്ട് എന്നുള്ള ഒന്ന്, നമുക്ക് മമ്മൂട്ടിയും മോഹൻലാലും, പിന്നെ അത് മാത്രമല്ല മറ്റുള്ള നടന്മാരും ഒക്കെ വളരെ നല്ലതാണെന്നുള്ളത്. ഞാൻ പറയുന്നത് ഒരുപാട് കൊല്ലങ്ങളായിട്ട് ഒരു ഇൻഡസ്ട്രിയെ മാനേജ് ചെയ്ത് പോകുന്ന രണ്ടുപേരാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ശ്രീ മമ്മൂട്ടിയും ശ്രീ മോഹൻലാൽ. അതായത് എത്രയോ കൊല്ലം, അതായത് എൻ്റെയൊക്കെ ഒരു ലൈഫിനെ കംപ്ലീറ്റ് ഇൻഫ്ലുവൻസ് ചെയ്തത് ഈ രണ്ട് വ്യക്തികളാണെന്ന് വേണമെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാമെന്നുള്ളതാണ്. അദ്ദേഹത്തിന് 2023 കേരള സ്റ്റേറ്റ് അവാർഡ്, ഒരു ബെസ്റ്റ് ഫിലിമിനോട് ഒരു അവാർഡ് കിട്ടി. ആ അവാർഡ് എന്താണെന്ന് വെച്ചാൽ ബെസ്റ്റ് ഫിലിമാണ്. ആ സിനിമയുടെ പേര് എന്താണ്? നൻപകൽ നേരത്ത് മയക്കം. നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കണ്ടതാണ്. വളരെ ക്ലാസ് മൂവിയായിരുന്നു. ഡയറക്റ്റ് ചെയ്ത് ലിജോ പല്ലിശ്ശേരിയാണ്. എനിക്കൊരു ആമേൻ ഫെയിം, അങ്കമാലി ഡയറീസ് ഒക്കെ എടുത്ത വ്യക്തിയാണെന്ന് തോന്നുന്നു. നമ്മളൊക്കെ എൻജോയ് ചെയ്ത് സമ്മതിച്ചു. നല്ല ഫാബുലസ് ആയിട്ട് എല്ലാവരും ആക്ട് ചെയ്തു. നല്ല രസകരമായിട്ടുള്ളൊരു കഥ, നന്നായിട്ട് അതിനെ നരേറ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ള. അപ്പോൾ അതിൻ്റെ പ്ലോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഈ പ്ലോട്ടൊക്കെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ സ്റ്റോക്ക് ഐഡിയ എന്നുള്ളത്. അതായത് നമ്മൾ അതിനകത്ത് പറഞ്ഞ് കുറേ പിൽഗ്രിംസ് നമ്മുടെ കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണി മാതാവിനെ തൊഴാനായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേളാങ്കണ്ണി പോയിട്ട് അവരവിടുന്ന് തിരിച്ച് ബസ്സിൽ വരുന്ന, അതായത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവിടെ മാതാവിനെയൊക്കെ കണ്ട് തിരിച്ച് വരുന്ന വഴിക്ക് ബസ് തമിഴ്നാട്ടിലെ ഒരു ഉൾപ്രദേശത്തിൽ കൂടെ, വില്ലേജിൽ കൂടെ പാസ് ചെയ്ത് വരുമ്പോൾ ജെയിംസ് എന്ന് പറയുന്ന സെൻട്രൽ ക്യാരക്ടർ, അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ടൂറിൻ്റെയൊക്കെ ഒരു ഹെഡ് എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. അതായത് ടൂർ ലീഡർ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ഒന്ന് മയങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് ഈ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ജെയിംസ് പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു വീടും ഒരു സ്ഥലവും കാണുകയും, അല്ലെങ്കിൽ ഒരു ഏരിയ കാണുമ്പോൾ എന്തോ അദ്ദേഹത്തിന് മനസ്സിൽ എന്തോ ഒരു കാര്യം റിഫ്ലക്റ്റ് ചെയ്ത പോലെ, അതായത് ഒരു ഡീജാവു, എവിടെയോ കണ്ട പോലെയൊക്കെ തോന്നുന്നതായിട്ട് നമുക്ക് ആ സീനിൽ മനസ്സിലാക്കും. ഡ്രൈവറുടെ അടുത്ത് വണ്ടി നിർത്താൻ പറയുന്നു. പതുക്കെ അദ്ദേഹം ഇറങ്ങുന്നു. ജെയിംസ് എന്ന് പറയുന്ന സെൻട്രൽ ക്യാരക്ടർ ഇറങ്ങുന്നു. ഇറങ്ങിയിട്ട് അവിടെയൊക്കെ നടന്നിട്ട് ഏതാണ്ട് ഈ സ്ഥലം എനിക്ക് പരിചയമുണ്ടെന്നുള്ള രീതിയിൽ ഒരു വഴിയിൽ കൂടെ നടന്ന് നേരെ പോയി ഒരു വീട്ടിലേക്ക് കയറുന്നു. ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട് പോലെ പെരുമാറുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു തമിഴനായി, അതായത് ഒറിജിനൽ ഒരു തമിഴ്നാട് നേറ്റീവ് മനുഷ്യനായി അദ്ദേഹം മാറുന്നു. അദ്ദേഹത്തിൻ്റെ മാനറിസം മാറുന്നു, അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് മാറുന്നു, എല്ലാവരുടെ അതേപോലെ പെരുമാറുന്നു. ഒരു സാധനം എവിടെ വെച്ചതെന്ന് മനസ്സിലാക്കുന്നു, അവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നു. എല്ലാം മനസ്സിലാവുന്നത് മാത്രമല്ല, ആ വീട്ടിൽ ഒരു വയസ്സായ ഒരു ഗ്രാൻഡ്മ ഉണ്ട്. ആ ഗ്രാൻഡ്മ പോലും, കണ്ണ് കാണാത്ത ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഗ്രാൻഡ്മ പോലും, ശരിക്കും പറഞ്ഞാൽ അവർക്ക് പണ്ട് എനിക്ക് തോന്നുന്നു ഈ അവരുടെ എന്താ പറയുക, പണ്ട് ആ വീട്ടിൽ നിന്ന് 2 കൊല്ലം മുമ്പേ കാണാതെ പോയ ആ മകനാണോ എന്ന് പോലും അവർ സംശയിച്ചു പോകുന്നു. മമ്മൂട്ടിയുടെ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ സെൻട്രൽ ക്യാരക്ടറായ ജെയിംസിൻ്റെ ആ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ, അതായത് സുന്ദരം എന്ന് പറഞ്ഞ് 2 കൊല്ലം മുമ്പേ കാണാതെ പോയ ആ സുന്ദരത്തിൻ്റെ റീഇൻകാർണേഷനാണ് വന്നിരിക്കുന്നതെന്ന് അവിടെ വിശ്വസിച്ചു. ആ കണ്ണ് കാണാത്ത അമ്മുമ്മ വിശ്വസിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എന്നിട്ട് അവിടെ നാട്ടിലേക്ക് ഇറങ്ങുന്നു, നാട്ടുകാരായിട്ട് ബിഹേവ് ചെയ്യുന്നു, എല്ലാവരുടെ വളരെ കൂളായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന പോലെ പെരുമാറുന്നു. ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും ബസ്സിൽ ജെയിംസിനെ കാണാത്തതുകൊണ്ട് റിലേറ്റീവ്സ്, ഭാര്യയും മറ്റുള്ളവരെല്ലാവരും കൂടി ഇതിൻ്റെ പുറകെ വരുന്നു. ഇതൊക്കെ കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ട് നിൽക്കുന്നു, എങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് വിചാരിക്കുന്നു. അവസാനം സെഡേഷനായിട്ട് കോഫിയിൽ കലക്കി കൊടുക്കുന്നു. സെഡേഷൻ കഴിഞ്ഞ് എണീക്കുമ്പോഴത്തേക്കും ജെയിംസ് പഴയ ജെയിംസായി മാറുന്നു. നേരെ ഭാര്യയും മക്കളെയൊക്കെ തിരിച്ചറിയുന്നു, നേരെ കൂട്ടുകാരെ തിരിച്ചറിയുന്നു, നേരെ ബസ്സിലേക്ക് പോകുന്നു. അത് നേരെ പോകുന്നു എന്നുള്ളതാണ്, അതായത് തിരിച്ചു പോകുന്നു എന്നുള്ള. അപ്പോൾ ഈ ഒരു ഇതാണ് ഏതാണ്ട് എനിക്ക് തോന്നുന്നൊരു 1.25-2.25 മണിക്കൂർ എങ്ങാണ്ടുള്ള ഒരു സിനിമ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ലിജോ ജോയ്സ് പല്ലിശ്ശേരി അത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, നരേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മമ്മൂക്കയും സപ്പോർട്ടിങ് ആക്ടേഴ്സും എല്ലാതും കൂടെ അത് ഭംഗിയാക്കിയിട്ടുണ്ടെന്നുള്ള. അത് ഒരു സൈഡിലിരിക്കട്ടെ. രണ്ടാമത്തെ സൈഡിൽ നമ്മുടെ മറ്റൊരു സ്വകാര്യ അഹങ്കാരത്തിന് നമ്മൾ പറയാതിരിക്കാൻ പാടില്ല. അതായത് നമ്മുടെ ലാലേട്ടൻ്റെ വളരെ ഗംഭീരമായിട്ടുള്ള, അതായത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ലഫ്റ്റനന്റ് കേണൽ
പത്മശ്രീ, ഭരത്, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് വിന്നറായ ലാലേട്ടൻ്റെ ഒരു സിനിമ തുടരും അല്ലേ, മോഹൻലാൽ തുടരും എന്ന് പറഞ്ഞ സിനിമ കണ്ടു. ആ സിനിമയിൽ നമ്മുടെ ലാലേട്ടനെ പോലെ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആ ക്യാരക്ടറിൻ്റെ പേരായിരുന്നു, അതായത് ലാലേട്ടൻ്റെ ഒപ്പം നിന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ആ ലാലേട്ടൻ്റെ പവർ കൊണ്ടായിരിക്കാം, ആ ഒരു സൂര്യൻ്റെ റിഫ്ലക്ഷൻ കൊണ്ടായിരിക്കാം ഇപ്പോഴത്തെ ജോർജ് സാർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും അതിനകത്ത് എക്സൽ ചെയ്തു എന്നുള്ള. അപ്പോൾ ഈ ജോർജ് സാർ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ മലയാളിയുടെ മനസ്സിൽ ഇടം തേടി. നമ്മൾ എവിടെ നോക്കിയാലും ഒരു കാലത്ത് ജോർജ് സാറിൻ്റെ വീഡിയോ മാത്രമേ ഉള്ളൂ. ജോർജ് സാർ ഇൻ്റർവ്യൂ ചെയ്യുന്നു, ജോർജ് സാർ കാർ ഓടിക്കുന്നു, ജോർജ് സാർ ഫുഡ് കഴിക്കുന്നു. ഈ രീതിയിലൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്നെയും ഒരു സാധാരണ മലയാളി, ഒരു സാധാരണ ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും ഒരേ സ്വഭാവക്കാരാണല്ലോ, നമ്മളും അതിൽ അട്രാക്റ്റഡ് ആയി എന്നുള്ള. അപ്പോൾ ആ വ്യക്തി ജോർജ് സാർ എന്ന് പറയുന്ന ക്യാരക്ടർ തുടരും മൂവിയിൽ ചെയ്തത് ആഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന നമുക്കറിയാലോ പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും വളരെ രസമാണ്, അദ്ദേഹത്തിൻ്റെ വീട് രസമാണ്, അദ്ദേഹത്തിൻ്റെ ഓഫീസ് കാണാൻ രസമാണ്. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഒരു ഇൻ്റർവ്യൂ ഞാനിങ്ങനെ അന്നത്തെ കാലത്ത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളി ഒരു കാര്യത്തിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ സാധാരണ പൊതുവേ പബ്ലിക്കായിട്ട് പറയുന്ന കാര്യം എന്താ, ഇപ്പോഴത്തെ ജെൻസി അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇപ്പോൾ ഒരു വീഡിയോ കാണാനോ ഒരു കാര്യം കാണാനോ നമുക്ക് കൂടുതൽ സമയം ചിലവാക്കാൻ പറ്റുന്നില്ല. അതായത് അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. 10 സെക്കൻഡിൽ ഒരു കാര്യം ഇട്ടില്ലെങ്കിൽ നമ്മളത് പിന്നെ കാണത്തില്ല. അതായത് ഒരു വലിയ വീഡിയോ ഉണ്ടാക്കിയാൽ നമുക്കത് കാണാൻ പറ്റില്ല എന്നുള്ള. പക്ഷേ നമ്മുടെ പ്രേക്ഷകർ എന്നും നമ്മുടെ ഈ വലിയ വീഡിയോ കൊണ്ട് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള. അപ്പോൾ പ്രകാശ് വർമ്മയ്ക്കും അതേപോലെ ഒരു അഭിപ്രായം ഉണ്ടെന്നുള്ള. പ്രകാശ് വർമ്മ പറഞ്ഞൊരു കാര്യം വെച്ചാൽ അത് വെറും മിത്താണ്, അതൊരു മിഥ്യാധാരണയാണ്. നല്ല കണ്ടന്റ് കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ എത്ര നേരമാണെങ്കിലും കണ്ടിരിക്കും. അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, നിങ്ങൾ അങ്ങനെ കാണരുത് എന്നുള്ളതാണ് അദ്ദേഹം അതിനകത്ത് പറയണതെന്ന് വെച്ചാൽ. ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചു അതിന് എക്സാമ്പിളായിട്ട്. അതായത് ഞാൻ പണ്ട് എനിക്ക് തോന്നുന്നു 2005 തോന്നുന്നു ഞാൻ ചെയ്ത ഒരു അഡ്വർടൈസ്മെന്റ്, അതായത് 54 മുതൽ 60 സെക്കൻഡ് വരെയുള്ള ഒരു അഡ്വർടൈസ്മെന്റിന്റെ കണ്ടന്റാണ് ലിജോ ജോസ് പല്ലിശ്ശേരി 1.25-2.25 മണിക്കൂർ കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ നൻപകൽ നേരത്ത് മയക്കം എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചിരുന്നത്. അതായത് 60 സെക്കൻഡ് ആഡിനെ 2.25 മണിക്കൂറിലേക്ക് അവതരിപ്പിച്ചിട്ടും ജനങ്ങൾ അത് കൈയടിച്ച് സ്വീകരിച്ചു. അതുകൊണ്ട് അറ്റൻഷൻ സ്പാൻ എന്നുള്ളത് അല്ല അതിൻ്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾ ഒരു കാര്യം എങ്ങനെ പറയുന്നു, എത്രയും ഭംഗിയായി പറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ മാനദണ്ഡം എന്നുള്ളതാണ്. ആ അഡ്വർടൈസ്മെൻറ്റ് 2005 എൻ്റെയൊക്കെ നല്ല പീക്ക് ടൈമിൽ അതായത് വന്നിരുന്ന അഡ്വർടൈസ്മെൻ്റ് ആണ്. ആ അഡ്വർടൈസ്മെൻറ്റിൻ്റെ പേര് ജനം ജനം കാ സാത്തി എന്നുള്ള. ജനം ജനം സാത്തി എന്ന് പറഞ്ഞാൽ എ പാർട്ട്ണർ, എ കമ്പാനിയൻ, എ ഫ്രണ്ട് ഫോർ എ ലൈഫ് ടൈം എന്നുള്ള രീതിയിലാണ് ആ ആഡ് വന്നതെന്നുള്ള. ആ ആഡാണ് അതിൻ്റെ ആയിട്ടുള്ള പ്രത്യേകത. ഇന്ന് ആഡാണ് താരം. അതായത് അതും ഇതേപോലെ ബസ്സിൽ ഒരു കൂട്ടം ആൾക്കാർ യാത്ര ചെയ്യുന്നു. അതിലൊരു പഞ്ചാബി ഫാമിലി, അച്ഛൻ സർദാർ ആ ടർബൻ ഉണ്ട്, മകനും സർദാർ ടർബൻ ഉണ്ട്, ഭാര്യയുമുണ്ട്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. മകനാണെങ്കിൽ റോഡിൽ നിന്ന് ബസ്സിൽ നിന്ന് റോഡിലേക്ക് നോക്കുന്നു. റോഡിലേക്ക് നോക്കുമ്പോൾ പഴയൊരു വീട് കാണുന്നു. ആ വീട് കാണുമ്പോൾ എന്തോ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഫീലിംഗ്, ഒരു ഡീജാവു മോമെന്റ് വരുന്നു. ആ കുട്ടി, സർദാർജി വെച്ച കുട്ടി വണ്ടിയിൽ നിന്ന് ഒരു വിളിക്കുന്നു, നിർത്തുങ്കോ നിർത്തുങ്കോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഇറങ്ങി നേരെ ആ വീട്ടിലേക്ക് പോകുന്നു. സ്വന്തം വീട് പോലെ പെരുമാറുന്നു. അതിൽ കാണുന്ന ഫോട്ടോകൾ റെക്കഗ്നൈസ് ചെയ്യുന്നു, അവിടെ ഇരിക്കുന്ന ഫർണിച്ചറുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നു, അവിടെ ഇരിക്കുന്ന ചെറിയൊരു തടി, അതായത് പ്ലൈവുഡ് ഉണ്ടാക്കിയ ഒരു മേശ എടുക്കുന്നു. അതായത് അദ്ദേഹം പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ് എന്നുള്ള രീതിയിലാണ് അത്. ഇത്രയും അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു. ആ വീട്ടിൽ എല്ലാവരും അത്ഭുതപ്പെട്ടിരിക്കുമ്പോൾ ആ വീട്ടിലെ അമ്മുമ്മ വരുന്നു. ആ അമ്മുമ്മ ഈ കുട്ടിയെ കണ്ട് മനസ്സിലാക്കുന്നത് മരിച്ചുപോയ എൻ്റെ ഹസ്ബൻഡ് സാമി ആണ് എന്നുള്ളതാണ്. സാമി എന്ന് വിളിക്കുന്നു. ഈ സർദാർജി കുട്ടി സാവിത്രി എന്ന് വിളിക്കുന്നു, തമിഴിൽ സംസാരിക്കുന്നു. ആ അഡ്വർടൈസ്മെന്റ് എൻഡ് ചെയ്യുമ്പോൾ സാമി ഈസി ചെയറിൽ സർദാർജി കുട്ടി ഇരിക്കുന്നു, തൊട്ടടുത്ത് അമ്മുമ്മ താഴെ ഇരിക്കുന്നു. സാമി സാവിത്രി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നേരത്തെ കണ്ട ആ വുഡൻ പ്ലൈവുഡ് മേശ സൈഡിലിരിപ്പുണ്ട്. അതിൻ്റെ ആഡിൻ്റെ ടാഗ്ലൈൻ ആയിരുന്നു ജനം ജനം കാ സാത്തി. അതായത് എത്രയോ കൊല്ലമായാലും ആ പ്ലൈവുഡ് അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലേക്ക് ആ അഡ്വർടൈസ്മെൻറ്റ് പറഞ്ഞു വന്നത്. ആ അഡ്വർടൈസ്മെൻറ്റ് ഏത് കമ്പനിയുടെ ആയിരുന്നു അറിയോ? അതായിരുന്നു ഗ്രീൻ പ്ലൈ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ. ആ ഗ്രീൻ പ്ലൈയുടെ ഇൻഡസ്ട്രീസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വളരെ ഫേമസ് ആയിരുന്നു എന്ന് മാത്രമല്ല, അവിടെയാണ് ആ ഗ്രീൻ പ്ലൈ. അതായത് ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നിത്യജീവിതത്തിൽ നിന്നും, ഒരു സിനിമയിൽ നിന്നും, ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് പോലും നമുക്കൊരു സ്റ്റോക്ക് ഐഡിയോ, ബിസിനസ് ഐഡിയോ, സ്പോട്ട്ലൈറ്റ് ബിസിനസ്സോ നമുക്ക് കണ്ടുപിടിക്കാം. ഇതെൻ്റെ കഴിവ് മാത്രമല്ല, അവിടെ നിന്നാണ് നമ്മൾ 2005 അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ഇപ്പോഴും കാണുന്നു. ഇന്ന് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലൈവുഡ് ആൻഡ് MDF മേക്കറാണ് ഗ്രീൻ പ്ലൈ എന്നുള്ള കാര്യത്തിൽ, ആഫ്റ്റർ സെഞ്ചുറി പ്ലൈ എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാമെന്നുള്ളതാണ്. പ്ലൈവുഡ്, MDF, വിനീർ, ഡോറ്, PVC, ഫർണിച്ചർ ഫിറ്റിംഗ്, ഏതാണ്ട് 1100
ടൗണിലും വില്ലേജിലും ഗ്രീൻ പ്ലൈയുടെ പ്രോഡക്ട്സ് ഉണ്ട്. നമ്മൾ തമിഴ്നാട്, കർണാടക, ആന്ധ്രയിലൊക്കെ ബസ്സിലും ട്രെയിനിലൊക്കെ പോയാൽ വീടുകളിൽ തന്നെ ഈ പറഞ്ഞ പോലെ മണ്ണ് വെച്ച് ചെയ്ത വീടുകളിൽ തന്നെ ഗ്രീൻ പ്ലൈയുടെ അഡ്വർടൈസ്മെൻറ്റ് പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഏതാണ്ട് ഇന്ത്യ ഒട്ടുക്കെ ഡീലർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് 3000 ഡീലർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു വീടിൻ്റെ ഇൻറ്റീരിയറിന് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ഗാമ ഓഫ് പ്രോഡക്ട്സ് അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ഈ കമ്പനി ഗ്രീൻ പ്ലൈ എന്തുകൊണ്ട് സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു എന്ന് വെച്ചാൽ 2 ദിവസം മുമ്പേ അതിൻ്റെ മാനേജ്മെൻറ്റ് പറയുന്നത് 3 കൊല്ലം കൊണ്ട് അവർ ഏതാണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് 800 കോടി വർത്ത് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ചെയ്യാൻ പോകുന്നു എന്നുള്ള അവർ പറയുന്നുണ്ട് ക്ലിയർ ആയിട്ട്. ഞങ്ങൾ പുതിയ വെർട്ടിക്കലിലേക്ക് ഒന്നും പൈസ ഇടുന്നില്ല, ഞങ്ങൾ ഞങ്ങളുടേതായ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രൗൺ ഫീൽഡ് പ്രോജക്റ്റ്, ബ്രൗൺ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ്, ഗ്രീൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആദ്യമേ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുന്നതിന് ഗ്രീൻ ഫീൽഡും ഉള്ളതിനെ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ബ്രൗൺ ഫീൽഡ് പ്രോജക്റ്റ് എന്ന് പറയുന്നു. അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഏതാണ്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് സെഞ്ചുറി പ്ലൈവുഡിനെ പിടിക്കണം എന്നുള്ള ഒരു ആശയത്തോടു കൂടിയാണ് അവർ പോകുന്നത്. ഞാൻ ഈ ഗ്രീൻ പ്ലൈയുടെ ബിസിനസ്സിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം അവരെന്താ ചെയ്യുന്നത്. പ്ലൈവുഡ്, MDF ഒരു ദിവസമെങ്കിലും ചിലപ്പോൾ നമ്മൾ ഈ തൊട്ടിരിക്കുന്ന ഈ മേശ പോലും ചിലപ്പോൾ ഈ ഗ്രീൻ പ്ലൈയോ സെഞ്ചുറി പ്ലൈവുഡ് ആയിരിക്കും. നമ്മൾ ഈ കാണുന്ന നമ്മുടെ ചുറ്റുവട്ടം കാണുന്ന ആ MDFും വിനീറും എല്ലാം ചിലപ്പോൾ ഗ്രീൻ പ്ലൈയോ സെഞ്ചുറി ആയിരിക്കും. നമ്മുടെ പ്രേക്ഷകർ ഇന്നിരിക്കുന്ന മേശ തൊട്ട് നോക്കിയാലും ചിലപ്പോൾ അത് ഗ്രീൻ പ്ലൈവുഡ് ആയിരിക്കും. നമ്മുടെ ഏതെങ്കിലും വീട്ടമ്മ ഹൗസ് വൈഫ്സ് അവർ അവിടെ നിന്ന് കാണുകയാണെങ്കിൽ നിങ്ങളുടെ കിച്ചൺ ക്യാബിനറ്റ്സും ചിലപ്പോൾ ഈ പറയുന്ന പോലെയുള്ള ഈ കബേർഡ്സ് പോലും ഇത് പ്ലൈവുഡിലായിരിക്കും, മറൈൻ പ്ലൈവുഡിലായിരിക്കും എന്നുള്ളതാണ്. ഇതാണ് ആ കമ്പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. FY 24-25 റവന്യൂ എന്ന് പറയുന്നത് 2488 കോടി, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 238 കോടി, നെറ്റ് പ്രോഫിറ്റ് 92 ക്രോസ്, ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ വളരെ മാനേജബിൾ 0.5 ടൈംസേ ഉള്ളൂ. ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഞാൻ 2 ദിവസം മുമ്പേ നോക്കിയപ്പോൾ 288 റുപ്പീസാണ്. മാർക്കറ്റ് ക്യാപ്പ് 3604 കോടിയും ആയിരുന്നു എന്നുള്ളതാണ്. ഞാനിതൊരു സോളിസിറ്റേഷൻ ആയിട്ടോ അഡ്വൈസ് ആയിട്ടോ റെക്കമെൻഡേഷനോ ആയിട്ടോ അല്ല പറയുന്നത്. അതുമാത്രമല്ല ഒരു പേഴ്സണൽ ഡിസ്ക്ലോഷർ എന്ന രീതിയിൽ എനിക്കോ വിഷ്ണുവിനോ ഞങ്ങളുടെ ഇമീഡിയറ്റ് റിലേറ്റീവ്സിനോ ഗ്രീൻ പ്ലൈയിൽ യാതൊരു ഹോൾഡിങ്ങോ ഇല്ല എന്നുള്ള. ഞാൻ നിങ്ങൾക്ക് ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രം, അതായത് നിങ്ങളെ ഞാൻ മനസ്സിലാക്കി തരുന്നത് എവിടെ നിന്നൊക്കെ നമുക്കൊരു സ്റ്റോക്ക് ഐഡിയ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ മമ്മൂക്ക പറഞ്ഞു തന്നു, ലിജോ ജോസ് പല്ലിശ്ശേരി പറഞ്ഞു തന്നു, നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു തന്നു, നമ്മുടെ പ്രകാശ് വർമ്മയായ ജോർജ് സാർ പറഞ്ഞു തന്നു. ഇങ്ങനത്തെ സിനിമകളിൽ കൂടെയും വാക്കുകളിൽ കൂടെയും ഇൻ്റർവ്യൂവിൽ കൂടെയും നമ്മൾ കാണുന്ന കാര്യങ്ങളും ഡെയിലി ലൈഫിലും നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും നമ്മൾ റോഡിൽ ഇറങ്ങി നടക്കുമ്പോൾ എല്ലാ കടകളുടെ താഴെയും ജനറേറ്റർ കാണുമ്പോൾ നിങ്ങൾ അവിടെയും കാണാം ഏതാണ്ട് 2-3 ലിസ്റ്റഡ് കമ്പനിയാണെന്നുള്ളത്. അപ്പോൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഫണ്ടമെന്റലും ടെക്നിക്കലും മാർക്കറ്റിംഗ്സും കൂടാതെ നമുക്ക് കോമൺ സെൻസ് മാത്രം മതി എന്ന് പറഞ്ഞു തരാനുള്ള ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ നിരീക്ഷണത്തിലോ ശിക്ഷണത്തിലോ മാത്രം ചെയ്യുക. ഇതൊരു അഡ്വൈസോ സോളിസിറ്റേഷനോ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തിരിക്കുക. ഓവർ ടു യു വിഷ്ണു. ഏതായാലും സാറ് പറഞ്ഞ പോലെ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത മണിക്കൂറുകൾ നമ്മുടെ റിസർച്ച് ടീം മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. നന്ദി, നമസ്കാരം. Opening Hours with MyFin.